മതനിരപേക്ഷതയുടെ ഈ മഹത്തായ ബ്രാൻഡ് ഞാൻ അടിവരയിടുന്നു. മതനിരപേക്ഷതയുടെ കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന ഈ ബ്രാൻഡ് സമൂഹത്തിന് നൽകുന്ന ശക്തിയും ചൈതന്യവും ചെറുതല്ല. കേരള സമൂഹത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതായി മന്നത്തിന്റെ ദർശനങ്ങൾ നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയും. അതുകൊണ്ട് സമുദായങ്ങൾ തമ്മിൽ തല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് NSSനോട് പിണക്കവും പരിഭവമെല്ലാം ഉണ്ടാകാം. അതിന് അവരോട് സഹതപിക്കുക മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. ശ്രീ മന്നത്ത് പത്മനാഭൻ ഒരിക്കൽ പറഞ്ഞത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞു, കരയുന്നവന് ജീവിക്കാനുള്ള ലോകമല്ല ഇത്. പൗരുഷത്തോടുകൂടി കാര്യം പറയുന്ന ധൈര്യശാലികൾക്ക് മാത്രമേ ജീവിക്കാൻ മാർഗമുള്ളൂ. സമുദായങ്ങളെ തമ്മിലടിപ്പിച്ചും വർഗീയത വമിപ്പിച്ചും രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്നവരെ ധീരതയോടെ തടുത്തു നിർത്തിയ അകന്നു മാറിപ്പോകാൻ ആവശ്യപ്പെടുന്ന NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ശ്രീ മന്നത്ത് പത്മനാഭന്റെ ധന്യമായ ഓർമ്മകൾക്ക് മുമ്പിൽ നമോഭാഗം അർപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. 1 വർഷത്തെ പിണക്കം മറന്ന് NSS വേദിയിലേക്ക് രമേശ് ചെന്നിത്തല, NSSനെയും G സുകുമാരൻ നായരും അടക്കം വേദിയിൽ വാനോളം പോകുന്ന കാഴ്ചകളാണ് കണ്ടത്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അഭയം നിന്ന് NSS ആണ് എന്ന് ഓർമ്മിക്കുന്നു രമേശ് ചെന്നിത്തല. NSSുമായുള്ള ബന്ധം ആര് വിചാരിച്ചാലും അത് മുറിച്ചു മാറ്റാൻ കഴിയില്ല. ശബരിമല വിഷയത്തിൽ NSS നടത്തിയ സമരം ശ്രദ്ധേയമാണ്. സമൂഹത്തിൽ അല്ലെങ്കിൽ വർഗീയത പടർന്നു പിടിക്കുമ്പോൾ അതിനെതിരെ പൊരുതുന്ന മതേതരത്വത്തിൻ്റെ ബ്രാൻഡാണ് NSS. തുടങ്ങി G സുകുമാരൻ നായർ അടക്കം നടന്ന പ്രവർത്തനങ്ങൾ ആശാവഹമാണ്. മന്നത്ത് പത്മനാഭൻ ഇടപെട്ടതുപോലെ തന്നെ സുകുമാരൻ നായരും ഇടപെടൽ നടത്തുന്നു. സാമൂഹിക രാഷ്ട്രീയ മേഖലയിലെ ഇടപെടൽ ആശാവഹമാണ്. തന്നെപ്പോലെയുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അതിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ രമേശ് ചെന്നിത്തല പറയുന്നു. ശബരിമലയിൽ വിശ്വാസ സമൂഹത്തിന് നീതി കിട്ടാൻ നടത്തിയ പോരാട്ടം എന്നും ഓർമ്മിക്കപ്പെടും എന്നും മന്ദം ജയന്തി ആഘോഷ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രമേശ് ചെന്നിത്തല പറഞ്ഞു. മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് NSS എന്നുകൂടി രമേശ് ചെന്നിത്തല ചേർത്ത് വെക്കുന്നു. NSSനെതിരെ വരുന്ന അടിയും കല്ലും തടയാനുള്ള അദൃശ്യമായ വടി G സുകുമാരൻ നായരുടെ കയ്യിൽ ഇപ്പോഴുമുണ്ട്. അതിന് കാരണം നേരത്തെ പറഞ്ഞ മന്നത്ത് പത്മനാഭൻ പണ്ട് വടി കൊടുക്കുമ്പോൾ ഇത് മന്നത്തിന് പ്രായമായി ഇനി വടിയും കുത്തി നടന്നോട്ടെ എന്ന് ആരെങ്കിലും കരുതിയാൽ നടക്കില്ല. അപ്പോൾ ആ വടി, അദൃശ്യമായ വടി ഇപ്പോഴും G സുകുമാരൻ നായരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നീണ്ട 11 വർഷത്തെ വിയോജിപ്പുകൾക്കൊടുവിൽ അല്ലെങ്കിൽ അകൽച്ചയ്ക്കൊടുവിൽ ആ വേദിയിലേക്ക് എത്തുന്നത് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് ആഘോഷമാക്കുന്ന രമേശ് ചെന്നിത്തല എന്ന് ഉറപ്പായും പറയാം. അതിനുമുമ്പ് G സുകുമാരൻ നായരും രമേശ് ചെന്നിത്തലയെ NSSന്റെ പുത്രൻ എന്നാണ് വിശേഷിപ്പിച്ചത്. അതോടൊപ്പം തന്നെ ഈ പുരുഷന്മാരുടെ മേൽവസ്ത്ര വിഭാഗത്തിൽ NSSന്റെ നിലപാട് പറയുകയും ചെയ്തു G സുകുമാരൻ നായർ.